നമസ്കാരം, എല്ലാവർക്കും അമൃത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രീൻ ആപ്പിൾ അച്ചാർ. മാങ്ങയുടെ അച്ചാറിൻ്റെ അതേ രുചിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറാണ്. ഇപ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് കൂടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഗ്രീൻ ആപ്പിൾ വെച്ചിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാനിവിടെ 3 ഗ്രീൻ ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പുളിയുള്ള ഗ്രീൻ ആപ്പിൾ ആണെങ്കിൽ നമുക്ക് മാങ്ങയുടെ അതേ ടേസ്റ്റിലുള്ള അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ആപ്പിൾസ് ഒന്ന് മുറിച്ചെടുക്കാം. നന്നായി വാഷ് ചെയ്യുക. എന്നിട്ട് തൊലി കളയണമെങ്കിൽ തൊലി കളയുക, അല്ലെങ്കിൽ തൊലിയോടെ തന്നെ നമുക്ക് മാങ്ങയുടെ അതേ ഒരു ഭംഗി കിട്ടാനായിട്ട് തൊലിയോടെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഉള്ളിലത്തെ ഈ കറുപ്പൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം മാങ്ങ മുറിക്കുന്ന അതേ രീതിക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാ ആപ്പിളും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും വെള്ളം ഇല്ലാത്തൊരു ബൗളിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഉപ്പ് നമ്മുടെ ഗ്രീൻ ആപ്പിളിൽ നന്നായി ഒന്ന് പിടിച്ച് കിട്ടണം. ഒരു 5-10 മിനിറ്റ് എങ്കിലും മിനിമം നമുക്കിതൊന്ന് വയ്ക്കാം. അപ്പോൾ ഇതിനി ഒരു സൈഡിൽ ഇരിക്കട്ടെ. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ അച്ചാറിനായിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി ഞാനിവിടെ നീളത്തിലാണ് അരിയുന്നത്. ഇഞ്ചി ഒന്ന് മുറിച്ചെടുക്കുക. പച്ചമുളകിൻ്റെ അളവൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകാണിത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചീനമുളകും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറയുമ്പം കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, സാധാരണ ചില്ലി പൗഡർ എരിവുള്ളത് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓണത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ എല്ലാവരും തുടങ്ങിക്കാണും. അപ്പം ഈ ഓണത്തിന് ഈ ഒരു സ്പെഷ്യൽ അച്ചാർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. വിനെഗർ ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രീൻ ആപ്പിളിൻ്റെ പുളിയുടെ അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം വിനെഗറാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. കുറച്ചും കൂടി പുളി വേണം. അപ്പോൾ 1 ടീസ്പൂണോളം വിനെഗർ ഞാൻ ഒഴിക്കുവാണ്. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയോ ഉലുവപ്പൊടിയോ ഒക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് എല്ലാം. ഇനി നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ
അപ്പോൾ ഇതാ ഞാനിതിൻ്റെ ഒരു 3 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകൊക്കെ ഒന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ നമുക്ക് അച്ചാറിലേക്കുള്ള കടുക് പൊട്ടിക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നല്ലെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. നമ്മൾ നല്ലെണ്ണയിൽ ചെയ്തെടുക്കുമ്പോൾ അച്ചാറിൻ്റെതായിട്ടുള്ളൊരു രുചി ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ഞാനിവിടെ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള കറിവേപ്പിലയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി പൊട്ടി വരട്ടെ. ഇതാ നമ്മൾ താളിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ആപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒട്ടും വെള്ളം ഇല്ലാത്ത ഒരു ചില്ലിൻ്റെ പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 1-2 ദിവസമൊക്കെ പുറത്തിരിക്കും, എന്നാലും ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ആപ്പിൾ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഗ്രീൻ ആപ്പിൾ കിട്ടുന്നവരെന്തായാലും ഈ ഒരു അച്ചാർ ട്രൈ ചെയ്ത് നോക്കുക. ഗ്രീൻ ആപ്പിളൊക്കെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. മാങ്ങയുടെ അതേ രുചിയുണ്ട്. അപ്പം ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസിലൂടെ അറിയിക്കുക അഭിപ്രായങ്ങളൊക്കെ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം അടുത്തൊരു ഓണ വിഭവമായിട്ട് കാണുന്നവരേക്കും ബൈ. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.